രേഖപ്പെടുത്തുന്നത്. കാസർഗോട്ടേക്ക് പോകാം. കാസർഗോഡ് നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കാസർഗോഡ് പ്രമുഖരെല്ലാം തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയോ? അവിടെ ആദ്യത്തെ മണിക്കൂറുകളിൽ എന്താണ് സ്ഥിതി? ലിപീഷ്, ആദ്യ 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം 7% എത്തിയിട്ടുണ്ട്. 3 സ്ഥാനാർത്ഥികളും അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പം എത്തിയായിരുന്നു അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം തനിക്ക് വലിയ വിജയം ഉണ്ടാകുമെന്നും ഇത്തവണ പോളിംഗ് ശതമാനം വളരെയേറെ വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MV ബാലകൃഷ്ണൻ മുഴക്കോം GUP സ്കൂളിലെ 35ാമത്തെ ബൂത്തിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ LDF ചരിത്ര വിജയം നേടുമെന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ പറഞ്ഞത്. അതുപോലെ തന്നെ കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ വാണി വിജയ പ്രൈമറി സ്കൂളിലെ സ്റ്റേഷനിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതുപോലെ മറ്റുള്ളവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നും ML അശ്വിനി അഭ്യർത്ഥിച്ചു. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ചില ഈ LDF സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിയ ആ ബൂത്തിൽ ആദ്യം ചില ടെക്നിക്കൽ, അതായത് വോട്ടിംഗ് മെഷീനിൽ ചില തകരാറുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് പരിഹരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പൊതുവിൽ കാസർഗോഡ് ജില്ലയിൽ സമാധാനപരവും പരമാണ് വോട്ടിംഗ്. ഏതൊക്കെയായാലും ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ലിബീഷ്. ശരി ജോസഫ്, കാസർഗോഡും വളരെ ശക്തമായ പോളിംഗ് ആണ് ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനും NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും രാവിലെ അവരുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്. സംസ്ഥാനത്ത് ആദ്യ 2 മണിക്കൂറുകളിൽ ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. സ്ത്രീ വോട്ടർമാരടക്കം രാവിലെ തന്നെ എത്തി ക്യൂവിൽ ഇടം പിടിച്ച് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. പ്രമുഖരായ നേതാക്കളും സ്ഥാനാർത്ഥികളുമൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി.